നീ മണി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രാവിലെ തന്നെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. പൊടി. അതെ, നമ്മളിപ്പം ഒരുമിച്ച് ജീവിക്കുക ഇത്ര നാളായില്ലേ, നീ സത്യത്തിൽ ഹാപ്പി അല്ലേ? രവിയേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഹാപ്പി അല്ലെന്ന്? അല്ല, എന്നാലും തോന്നിയിട്ടില്ലല്ലോ. ശരിക്കും ഹാപ്പിയാണ് രവിയേട്ടാ. എന്ത് ഭാഗ്യമാണ് നല്ലൊരു ഭർത്താവും 2 നല്ല മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാന്ന് പറയുന്നത്. എത്ര പേർക്ക് കിട്ടും ഈ ഭാഗ്യം? അതെ, ഒരു 100 വർഷം കൂടി നമുക്കിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ? കണ്ടേ മണി, ഞാനേ നിനക്ക് മുമ്പായിട്ടെ. അയ്യേ, കിളവന്റെ മനസ്സിലിരിപ്പ് നോക്കണേ. അവിടെ മാമനും ചേട്ടനും ഒക്കെ ഉണ്ട്. അവളിപ്പോ വരും. അപ്പുറത്തെ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. കാണാൻ പ്രാന്ത്. ഓ, നേരം കാലൊന്നുമില്ലേ? എന്നാ പിന്നെ തരാം. അയ്യേ, നാണാവണം എനിക്ക്. കണ്ട കണ്ട എന്തു അടിപ്പെട്ടി ഇതോ? പ്രോട്ടീൻ പൗഡർ. അയ്യോ, പ്രോട്ടീൻ പൗഡറാ? എന്തിന്റെ പ്രോട്ടീൻ പൗഡർ? എന്തിന്റെ പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി. ഈടി ഇതൊന്നും കഴിച്ചൂടാ, വിഷമാണ്. ഇതൊക്കെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നേ. ആര് പറഞ്ഞെന്നാ? ആര് പറഞ്ഞാലും അറിവുള്ളവരെ തന്നെ പറഞ്ഞു. ഇവനെ കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ചുകൂടി എന്റെ മസിൽസ് സ്ട്രോങ് ആക്കാൻ. കെമിക്കലാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ വല്ല അസുഖവും വരും. എണിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങൾ ഇന്റർണൽ ഓർഗൻസിൽ വരും. ഇതൊക്കെ ചുമ്മാത് പറയണാണ്. പ്രത്യേകിച്ച് പെൺപിള്ളേർ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. ആൺപിള്ളേരെ പോലത്തെ രീതിയൊക്കെ ആയി പോകും. ഒന്നുമില്ല, അങ്ങനെ വരുന്നത് സ്റ്റിറോയിഡ്സ് നമുക്ക് ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പാല് നല്ലതാണോ ശരീരത്തിന്? പിന്നെ പാല് നല്ലതല്ലേ? അതിപ്പം 5 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ഒരു ദിവസം മൊത്തം തന്നെ തിരിക്കും. ഇരിക്കുമല്ലോ. അവിടെ ഇറങ്ങാൻ സമയം കാണൂല. ഇതേ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ കെമിക്കലും മറ്റോ അഡീഷണൽ സാധനങ്ങളൊന്നും ഇല്ല. ഇനി നിന്റെ അടുത്ത് വാദിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കഴിച്ചിട്ട് അവസാനം വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അവസാനം ഞങ്ങളുടെ അടുത്ത് പരാതി കൊണ്ട് വരരുത്. അമ്മ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള ഒരു പരാതി ഞാൻ പറഞ്ഞുകൊണ്ട് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഗുണവും ദോഷവും ഒന്നും അറിയാതെ ഒന്നും ഞാൻ ഒരു കാര്യം ചെയ്യൂല. നിനക്ക് അറിയാന്നുള്ള ധാരണയൊക്കെ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. മക്കളെ, ഇതെന്ത് ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉള്ളതൊക്കെ കിട്ടിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്തിന്? വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് മസിലൊക്കെ വരുത്തിക്കാം. അമ്മ, ഫുഡിൽ നിന്ന് കിട്ടുന്നതിന് ഒരു പരിധിയില്ലേ? അതിൽ നിന്ന് കൂടാതെ തന്നെ എനിക്ക് വേണം, എന്നാലേ എനിക്ക് കുറച്ചുകൂടി മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കുടിക്കുന്നത്. നിനക്ക് ഇതിനെ പറ്റിയൊക്കെ വലിയ അറിവാണ്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം പറ്റി എന്ത് ചെയ്യും? ഒരു പ്രശ്നവും പറ്റൂല. ഞാൻ ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇതാ ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇനി ഒന്നും പറയണ്ട, നിങ്ങൾ രണ്ടുപേരും. ഇപ്പോഴത്തെ പെൺപിള്ളേരത്ത് വല്ല കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? എല്ലാം അറിയുന്ന നടപ്പിലങ്ങ് പോവല്ലേ? അവസാനം വല്ല അസുഖം വന്ന് കിടപ്പിലായി എന്ത് ചെയ്യും? നമ്മളെല്ലാം നോക്കണ്ടേ? മണി, നമ്മൾ കേട്ടത് തെറ്റാണ്. അവൾക്ക് അറിയാം, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വാങ്ങിക്കൂ. ഇതൊക്കെ പേടിയാണ് എനിക്ക് പിള്ളേർ ഇതൊക്കെ വാരി കഴിക്കുമ്പോഴത്തേക്കും. അതൊക്കെ പോട്ടു. എടി, നീയേ നിനക്ക് ഓർമ്മയുണ്ട ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണാൻ വന്നത്, പെണ്ണ് കാണാൻ വന്നത്? ആ സിറ്റുവേഷൻ ഓർമ്മയുണ്ട്? എനിക്കൊരു കുന്തം ഓർമ്മയില്ല. ഞാൻ പഴയകാല ഗതകാല സ്മരണ. മണി, സ്നേഹമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച ഉടനെ തന്നെ അതിനിടയ്ക്ക് അവള് പ്രോട്ടീൻ പൗഡർ കൊണ്ടുപോകും. മക്കളെ ഇച്ചിരി തല മുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർക്ക് ഒരു വിവരമില്ല. അവർക്ക് മാത്രം എല്ലാ കാര്യവും അറിയാം. എല്ലാം അറിയാം. മണി മണി, ഇത് മറ്റേ അന്ന് നമ്മൾ പോയി കണ്ട സിനിമയുടെ പ്രേമം, അതിൽ നായിക ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈല്. കൊള്ളാം കേട്ടോ. കളവന്റെ പ്രേമം അവളെ തൊട്ട് തുടങ്ങിയതാണ്. അത് പറയാനാണ് ഇവ കൊണ്ട് കയറി വന്നേ? അല്ല, അത് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ എന്തോന്ന് പറയാൻ വന്നത്? മണി, അതെ, ഞാനേ നല്ല കട്ട താടിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും. നാടകത്തിലല്ല അഭിനയിക്കാൻ പോണോ? നാടകത്തിൽ അഭിനയിക്കാന്നില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേനെ. എന്റെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്താലേ എങ്ങനെ ഉണ്ടാവും? കളിക്ക് കുടിക്കാനുള്ള പൊടിയും കൊണ്ട് ഒരുത്തി മുകളിലോട്ട് കയറി പോയിട്ടുണ്ടല്ലോ, അവളുടെ അടുത്ത് പോയി ചോരും. എന്റെ മണിക്കുട്ടി, നീ അത് വിട്ടില്ലേ? എന്റെ മക്കളെ പറ്റിയേ എനിക്ക് ഇത്തിരി ദണ്ണമുണ്ട്. അങ്ങനെ വിട്ട് കളയാൻ പറ്റൂല. നിങ്ങൾക്ക് കുറെ എണ്ണം കാണുമായിരിക്കും, എനിക്ക് 2 എണ്ണേ ഉള്ളൂ. എന്തോന്ന് മണി പറയണേ? എനിക്ക് കുറെ എണ്ണം ഉണ്ടെന്നാ? എനിക്കും 2 മക്കളേ ഉള്ളൂ. അത് നിനക്ക് അറിയാവുന്നുള്ളവര് തന്നെ. എടി, അവൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവൾ ആലോചിച്ചേ ചെയ്യൂ. പിങ്കിയെ പോലല്ല, 2 വട്ടമെങ്കിലും ആലോചിക്കും അവള്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അമ്മ അത് തിരുത്തി കൊടുക്കുക. അമ്മ തിരുത്താൻ നേരത്ത് മക്കളെ ന്യായീകരിച്ചോണ്ട് വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ തന്നെ ഈ പൊടിയൊക്കെ കലക്കി കുടിച്ച് മസിലും പെരിപ്പിച്ചിട്ട് ഇവളെന്തോ മിസ്റ്റർ കേരളയ്ക്ക് പോകണോ? മിസ്റ്റർ കേരള അത് ആൺകുട്ടികളല്ലേ? ആൺപിള്ളേരല്ലേ ഈ മസിലും പെരിക്കൊണ്ട് നടക്കണത്. അവളെന്തോ ആണുങ്ങളാ? ആൺപിള്ളേരാ. എടി, അവള് ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യണത്? ഇത് കഴിച്ച ആരോഗ്യം പോവത്തേ ഉള്ളൂ മനുഷ്യ. വലിയ പ്രശ്നമാണിത്. എന്ത് വിളിയാ ഗൗരവപരമായിട്ടുള്ള ഒരു ചർച്ച? ഇച്ചിരി ഗൗരവമുള്ള വിഷയം തന്നെയാ. എന്താ കാര്യം പറയലിയാ? എന്റെ പൊന്നളിയാ, റിങ്കി മോള് ജിമ്മിൽ പോയിട്ട് വരുമ്പോ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചത്, അത് മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്.
എന്റെ അളിയ വാഷിംഗ് പൗഡർ ഏതായാലും എന്താ തുണി വെളുത്താ പോരെ. ഇനി ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. എന്തൊന്ന് പറയണേ? വാഷിംഗ് പൗഡർ അല്ല മണിക്കുട്ടാ, പ്രോട്ടീൻ പൗഡർ. മുഖത്തിടുന്നാലേ? മുഖത്തിടാനല്ല, ഇത് കലക്കി കുടിക്കാൻ. ഇത് ഈ ജിമ്മിൽ പോണവരൊക്കെ നല്ല മസിൽ ഉണ്ടാവാൻ വേണ്ടിട്ട് കലക്കി കുടിക്കണം ഈ പൗഡർ. പൊടി കലക്കി കുടിച്ചാൽ എളുപ്പത്തിൽ മറ്റേ മസിലൊക്കെ വരും. ആമ്പിളരൊക്കെ ഇങ്ങനെ വെക്കൂലേ ബോഡി ബിൽഡിങ്. അയ്യോ, മസിൽ വരാനുള്ള മരുന്ന് കണ്ടുപിടിച്ചോ എന്നാണ് പറയണേ. എനിക്ക് അറിഞ്ഞൂടാ, അത് കേടാണെന്നാണ് എല്ലാരും പറയണത്. വൈദ്യശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങള്. ഇത് എളുപ്പ വഴിയാണെന്ന്. ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ആരോഗ്യത്തിന് ഭയങ്കര കേടുള്ള സാധനമാന്നേ. ആദ്യപ്പോ അങ്ങനെ വരാൻ സാധ്യതയില്ല. റിങ്കി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ബുദ്ധി അവക്ക് കിട്ടിയേക്കുന്ന ബുദ്ധി അളിയന്റെ അല്ല, എന്റേതാ. അവള് നല്ലോലെ ചിന്തിച്ച ഒരു സാധനം തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് ഈ സാധനം വശക്കേടാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് സംഭവം എന്താണെന്നറിയോ? ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി വരെ അടിച്ചു പോകുന്നാണ് പറയുന്നത്. അയ്യോ, കിഡ്നി അടിച്ചു പോകും. കിഡ്നി അടിച്ചു പോകും, ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിനേക്കാളൊക്കെ പ്രശ്നങ്ങൾ വേറെ ഇതുണ്ട്, മക്കളുണ്ടാവൂല. അയ്യോ, വന്ധ്യീകരിച്ചു കളയൂ ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ ആയിരിക്കത്തില്ല പെങ്ങളെ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇത് മരുന്ന് ഷാപ്പിൽ വിൽക്കൂ. അതെ. ഓഹോ, സർക്കാരും നമ്മുടെ നാട്ടിലെ കടകളിലൊന്നും മറ്റേ ആരോഗ്യത്തിന് പ്രശ്നമുള്ള സാധനങ്ങളൊന്നും വിൽക്കുന്നില്ല. ഇല്ല ഇല്ല. ഇല്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമല്ലേ? നല്ല വൃത്തിയായിട്ട് വിൽക്കണില്ലേ? അയ്യോ പെങ്ങളെ, അത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു സുഖമാണ്. ആ, മനസ്സിന് സുഖമാണ്. ആൾക്കാർ ഒരുപാട് പേര് ഫോട്ടോ ആയിട്ട് ഇരിപ്പുണ്ട് കഴിച്ച് അണ്ടപ്പൂരിട്ട്. എനിക്ക് എങ്ങനെ അറിയാം? എന്താ അളിയനെ അറിയാൻ മേത്ത്? ഞാൻ ഇത് ഉപയോഗിക്കാറില്ലല്ലോ. കള്ളം പറയരുത്. കള്ളോ? അളിയന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഞാൻ കുടിക്കാറൊന്നുമില്ല. അളിയൻ കുടിച്ചിട്ടില്ലേ? മണിക്കറിയാലോ, ഞാൻ കുടിക്കില്ല. അളിയനൊന്ന് വരണ്ട്. ഞാൻ വരണ്ടതൊന്നുമില്ല. പിന്നെ അഥവാ അതിനെ പറ്റി നല്ല വൃത്തി അറിയണമെങ്കിലേ അവിടെ ആ വർഷാപ്പിൽ ഒരു ആളിരിപ്പുണ്ട്, ഉസ്താദാണ്, ചെന്ന് അന്വേഷിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മാമനെ ഒന്ന് കണ്ടിട്ട് ആരും റിങ്കി ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, ഈ വാഷിംഗ് പൗഡറിനെ കുറിച്ച് അന്വേഷിക്കാൻ. വാഷിംഗ് പൗഡർ അല്ല, പ്രോട്ടീൻ പൗഡർ. ഒന്ന് പറഞ്ഞു ഉപദേശിക്കും, ഇതൊന്നും കഴിച്ചുകൂടാ. ഏതായാലും ഞാൻ അന്വേഷിക്കട്ടെ, റിങ്കി ഒന്ന് കണ്ടുവരട്ടെ. അത് കഴിഞ്ഞ് മാമനെ എല്ലാം കൊള്ളാം. നീ ഇനി അതിൽ പിടിച്ച് ദേഷ്യപ്പെട്ടിരിക്കാതെ മണി. നിങ്ങൾ എന്റെ അടുത്ത് ഒന്നും സംസാരിക്കരുത്. പിള്ളേരെ നശിപ്പിച്ച് വിടുന്നത് നിങ്ങളാണ്. ഞാനാ കൂടുതൽ സംസാരിച്ച് ശരിയല്ല. എന്റെ നെഞ്ചെടുത്ത് എടുത്ത് എറിഞ്ഞിട്ട് വേണം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം.